നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവന്റെ മരണത്തിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നാളെ കോടതി പരിഗണിക്കുകയാണ്. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എ വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എന്തായാലും പോലീസ് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച കോടതി ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. പോലീസിൽ ഇതിൽ കൃത്യമായി മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. കാരണം ഇതിൽ ആരോപണ വിധേയരായത് ഈ വിദ്യാർത്ഥിനികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകളിലേക്ക് എത്തണമെന്ന് പോലീസ് കോടതിയിൽ എന്തായാലും ആവശ്യപ്പെടും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള സമാന അന്വേഷണങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. കാരണം ഈ കോളേജ് അധികൃതർക്കും ഹോസ്റ്റൽ അധികൃതർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന തരത്തിലാണ് പോലീസ് ഇതുവരെ അന്വേഷണം നടത്തിയത്. ഇതിൽ കൃത്യമായി ഇവർക്കെതിരെയുള്ള തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇവരെ തൽക്കാലം അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് പോലീസിൻ്റെ ഒരു തീരുമാനം. ഒപ്പം തന്നെ ഈ ക്ലാസ്സിലെ മറ്റ് കൂടുതൽ കുട്ടികൾക്ക് ഈ മരണത്തിൽ പങ്കുണ്ടോ എന്നുള്ളൊരു കാര്യം പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ഒപ്പം തന്നെ പോലീസ് ഈ കസ്റ്റഡി അപേക്ഷ നൽകിയതിനൊപ്പം തന്നെ പ്രതിഭാഗവും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കഴിഞ്ഞതിന് ശേഷം കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് പെൺകുട്ടികളുടെ പ്രായം പരിഗണിച്ച ജാമ്യം അനുവദിക്കണം എന്നാണ്. കാരണം അന്വേഷണവുമായി മറ്റുമെല്ലാം സഹകരിക്കാൻ തയ്യാറാണ്. ഏത് തരത്തിൽ പോലീസ് നിർദ്ദേശിക്കുന്ന കാര്യം അറിയിക്കും. പോലീസ് വീട്ടിലെത്തിയ ഘട്ടത്തിൽ പോലീസിനൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരു നിലപാടാണ്. എന്തായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ABVP ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് സ്കെൻ. അതായത് ആരോഗ്യ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച സംഭവിച്ചെന്ന് ആരോപിച്ചാണ് മന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് ABVP പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. 11 മണിയോടുകൂടി ഈ മാർച്ച് ആരംഭിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം ഒരു തരത്തിൽ തുടരുന്നു. പോലീസ് അവരുടെ നടപടിയായി മുന്നോട്ട് പോകുന്നു. ഒപ്പം സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഉടൻ VCക്ക് സമർപ്പിക്കും. എസ് കെ. ഓക്കെ, താങ്ക് യു.